സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും, ഇല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പലതും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ കർത്താവ് വെറുക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്നു എന്നാണ് 16-ാമത്തെ വചനത്തിൽ പറയുന്നത്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടെ നിന്ന് മ്ലേച്ഛമായിട്ട് കരുതുന്നു. അപ്പോൾ കർത്താവ് വെറുക്കുന്ന എത്ര കാര്യങ്ങളുണ്ട്? എത്രയുണ്ട്? 7 കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ എന്നല്ലേ പറഞ്ഞേ? വായിച്ചേ. കർത്താവ് വെറുക്കുന്ന 6 7-മതൊന്ന് കർത്താവ് മ്ലേച്ഛമായിട്ട് കരുതുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ കർത്താവ് വെറുക്കുന്ന ഈ ഭാഗത്ത് കൃത്യമായിട്ട് ചില 6 കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കും. 7-മത്തതൊന്ന് മ്ലേച്ഛമായിട്ട് കരുതുമെന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ കഠിനമായ ഭാഷയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 1-മത്തത് വായിക്കാവോ? ഗർവ് കലർന്ന കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? ഗർവ് എന്നൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ഗർവാണെന്നൊക്കെ പറയല്ലേ? എന്ന് പറഞ്ഞാൽ അഹങ്കാരം അല്ലേ? മറ്റു ബാക്കി പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം. അവൻ്റെ നോട്ടം തന്നെ, അവൻ്റെ നോട്ടത്തിൽ തന്നെ, അവൻ്റെ നടപ്പിൽ തന്നെ, അവൻ്റെ സംസാരത്തിൽ തന്നെ കണ്ടില്ല എന്തൊരു അഹങ്കാരം നമ്മൾ പറയല്ലേ? ഇവിടെ കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ്. ഇതാദ്യം വിട്ടേക്കുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളിൽ ആദ്യം പറയുന്നത് ഗർവ് കലർന്ന അഹങ്കാരത്തോടു കൂടിയുള്ള നോട്ടത്തെക്കുറിച്ചാണ്. അതിന് കാരണമുണ്ട്. കർത്താവ് വെറുക്കുന്ന ഏറ്റവും കഠിനമായ പാപവും അഹങ്കാരം തന്നെയാണ്. കാരണം പ്രഭാഷകന്റെ പുസ്തകവും സുഭാഷിതങ്ങളൊക്കെ വായിച്ച് കടന്നു പോകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ അഹങ്കാരിക്ക് ദൈവമില്ല എന്നാണ് പറയുന്നത്. ഒരുവനിൽ അഹങ്കാരം തുടരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നകലുന്നു, അപ്പോൾ പാപം അവനിൽ മുളയെടുക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരുവൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, മറ്റൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരുവൻ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് പ്രാർത്ഥിക്കാതിരിക്കുക. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പാപം മുളയെടുക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പാപം ആരംഭിക്കുന്നത് പ്രാർത്ഥന മുറിയുന്നിടത്താണ്. എവിടെയാണ് പാപത്തിൻ്റെ ആരംഭം കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാൻ പറ്റും, എവിടെയാണ് പ്രാർത്ഥന മുറിയുന്നത് അവിടെ പാപം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പാപം ആരംഭിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പറ. പ്രാർത്ഥന മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രാർത്ഥന മുറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിനാണ്? പാപം ആരംഭിക്കാതിരിക്കാനും കൂടിയാണ്. ഈ അഹങ്കാരം ഒരുവൻ്റെ തലയ്ക്കകത്തേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നതിനാ അവൻ ദൈവത്തെ മാറ്റി നിർത്തുക. പിന്നെ അവൻ ചോദിക്കുക, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാനെന്തിനാ കുമ്പസാരിക്കുന്നത്? ഞാനെന്തിനാ ക്ഷമിക്കുന്നത്? ഞാനെന്തിനാ എളിമപ്പെടുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അവൻ ദൈവത്തെ മാറ്റി നിർത്തി. അവന് ദൈവമില്ല. പിന്നെ അവൻ തീരുമാനിക്കും അവനെന്താണ് ശരി, അവനെന്താണ് തെറ്റ്. അതാണ് അഹങ്കാരത്തിൽ സംഭവിക്കുന്നത്. ദൈവം നമുക്ക് വചനത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് തെറ്റെന്ന്. ഒരു അഹങ്കാരം നിറയുമ്പോൾ അവനെന്നാ പറയുന്നറിയാമോ? ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതാണ് ശരി, ഞാൻ എന്ത് പറയുന്നു അതാണ് തെറ്റ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ കർത്താവ് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത്. കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത്. എന്ത്? ഗർവ് കലർന്ന കണ്ണ് കർത്താവ് വെറുക്കുന്നു. അഹങ്കാരത്തോടെയുള്ള ഒരുവൻ്റെ ജീവിതം, ഒരുവൻ്റെ നോട്ടം കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന വിഷയമാണ്. കാരണം എത്ര കണ്ട് നീ എളിമപ്പെടുന്നുവോ അത്ര കണ്ട് ദൈവകൃപയ്ക്ക് നീ പാത്രനാകും. പ്രഭാഷകൻ 3:16. പ്രഭാഷകൻ 3:16. നീ എത്ര വലിയവനാണോ, ഉന്നതനാണോ, അത്രമാത്രം നീ എളിമപ്പെടുക, അപ്പോൾ ദൈവകൃപയ്ക്കും നീ പാത്രനാകും.
അപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിറയാൻ വേറെ ഒരു വഴിയും, എളുപ്പ വഴികളൊന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല. കൃത്യമായ വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്തൊരു വഴിയാണ് എളിമപ്പെടുക. ഹല്ലേലൂയ. എളിമപ്പെടാന്ന് പറഞ്ഞാൽ മുട്ടുകുത്തുന്നല്ല കേട്ടോ. മുട്ടൊക്കെ കുത്തി തലയെ കുമ്പിട്ട് ആരാധനയൊക്കെ ദിവികാരനെടുത്ത് വയ്ക്കുമ്പോൾ സാഷ്ടാംഗം വീണ് ചിലപ്പോൾ ചിലവർ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇവനെന്തൊരു എളിമ, എന്തൊരു വിനയം. ചിലപ്പോൾ ഈ സാധനം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ അമ്മായപ്പനോ അമ്മായിയമ്മയോ കുടുംബാംഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ തനി സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കമന്ന് വീണതൊന്നും എളിമയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എളിമ എന്ന് പറയുന്നത് ദൈവത്തെ എൻ്റെ ജീവിതത്തിൻ്റെ സകല തീരുമാനങ്ങളുടെയും ആദ്യ കാരണമായിട്ട് അംഗീകരിക്കുന്നതാണ്. മറ്റു വാക്കി പറഞ്ഞാൽ, ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് തീരുമാനിക്കാൻ ഞാൻ ദൈവത്തെ അനുവദിക്കുക. അതാണ് എളിമയുള്ള ഹൃദയം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതിനോടൊക്കെ യെസ്, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നിടത്താണ് എളിമയുള്ളത്. ഹല്ലേലൂയ. ഇത് ചുമ്മാ വരികയല്ല കേട്ടോ. ഓക്കെ, നമ്മൾ കർത്താവേ എനിക്ക് എളിമ തരണേ, എനിക്ക് എളിമ തരണേ, എളിമ തരണേ എന്ന് പറഞ്ഞാൽ വരുന്ന ഐറ്റം അല്ല ഇത്. നിരന്തരമായി ഈശോയോട് ചേർന്നിരുന്ന് എളിമയും ശാന്തതയുള്ള കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തെ സമർപ്പിച്ച് ദൈവം നിന്നെ എളിമപ്പെടുത്താൻ അനുവദിക്കുന്ന നിരന്തരമായ അനുഭവങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്താണ് നമ്മൾ എളിമ എന്ന പുണ്യത്തിൽ വളരുക. പലതരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ശ്രമമെടുത്ത് പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. ഇതൊരു പുണ്യമാണ്. എളിമ എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. ഈ പുണ്യത്തിൽ വളരാൻ, അല്ലെങ്കിൽ ഈ പുണ്യത്തിൽ വളരാൻ ഒരു ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു ദൈവ പൈതലിനെ എളിമപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ നടത്തും. ചിലപ്പോൾ മക്കൾ കാരണമായിരിക്കും എളിമപ്പെടേണ്ടി വരിക. ചില കുടുംബത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തമായിരിക്കും നമ്മൾ എളിമപ്പെടേണ്ടി വരിക. ചില സമൂഹത്തിൻ്റെ മുമ്പിലോ ഒക്കെ പ്രത്യേക കാരണങ്ങളുടെ മീതെ നമ്മൾ എളിമപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ അനുഭവങ്ങളെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നിടത്താണ് എളിമയെന്ന പുണ്യം നമ്മളിൽ വളരുകയും അങ്ങനെ ദൈവകൃപ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ, നിറയാനും തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കർത്താവ് വെറുക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുന്നത് ഗർവ് കലർന്ന കണ്ണ്. രണ്ടാമത്തെയോ എന്തോ വ്യാജം പറയുന്ന, ഉറക്കപ്പറ, വ്യാജം പറയുന്ന നാവ്, നുണ പറയുന്ന നാവ്. ഇത് കർത്താവ് നമ്മളിൽ പലരും ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ പെടുമായിരിക്കും അല്ലേ. ചിലവരൊക്കെ ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ മുതലേ നുണ പറയാൻ തുടങ്ങും. രാത്രി കിടക്കുന്ന അവസാനത്തെ വാക്കും ചിലപ്പോൾ നുണ പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. ചിലർക്ക് നുണ പറയുന്നത് ജീവിതത്തിൻ്റെ തന്നെ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷതയായിട്ട് മാറിയിരിക്കുന്നത്. എന്നാ ചോദിച്ചാലും നുണയെ പറയും, കള്ളത്തരെ പറയും. അതായത് സത്യം പറയാത്ത നാവ്, നുണ പറയുന്ന നാവ് എന്ന് പറഞ്ഞാൽ സത്യം പറയാത്ത നാവ്. എന്താണ് സത്യം? യേശുവാണ് സത്യം. യോഹന്നാൻ 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും. യഥാർത്ഥ സത്യത്തെക്കുറിച്ച് പറയാത്ത അധരം, സത്യം പ്രഘോഷിക്കാത്തത്, അത് നുണ പറയുന്ന നാവ് തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവ് വെറുക്കുന്നതാണ് എന്ത്? നുണ പറയുന്ന നാവ്. നുണ മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റു പലതും നമ്മൾ ഈ നാവ് കൊണ്ട് പറയാറുണ്ടല്ലേ. നുണ പറയും, പിന്നെ പറ, കുറ്റം പറയും, പിന്നെ പോരട്ടെ, നിങ്ങൾ പറയുന്നത് മാത്രം പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വേറെ അന്വേഷിച്ചൊന്നും പോകണ്ട. പരദൂഷണം, അത് തന്നെ, പരദൂഷണം പറയും, പിന്നെ മ്ലേച്ഛത, അശുദ്ധി പറയും, അഹങ്കാരം പറയും. ഇതെല്ലാമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. നമ്മളൊരു ദിവസം സംസാരിച്ച വിഷയങ്ങളൊന്ന് രാത്രികാലം ആത്മശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് തന്നെ നാണാവും. അയ്യോ, നമ്മൾ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞെന്ന് ആലോചിക്കും. എന്തെല്ലാം കെട്ട വാക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് കുറച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ? കുറച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റേ പറ്റും. കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. നുണ പറയുന്ന നാവ് കർത്താവ് വെറുക്കുന്നു. വ്യാജം പറയുന്ന നാവിനെ കർത്താവ് വെറുക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മുടെ നാവുകൾ കർത്താവ് വെറുക്കുന്ന നാവാണോ എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ
ചിലപ്പോൾ നമ്മുടെ മാനുഷിക ബലഹീനത കൊണ്ട് ഇല്ലെന്നല്ലേ പറയുന്നത്. എന്നിരുന്നാലും ആ ബലഹീനതകൾക്കും മീതെ തമ്പുരാൻ്റെ സ്നേഹം നിറയാൻ നമ്മൾ ആഗ്രഹിക്കണം. അത് ചില സമയത്ത് സംസാരത്തിലൊക്കെ നമുക്ക് തെറ്റുപറ്റും, ചിലപ്പോൾ കുറ്റം പറയും, പരദൂഷണം പറയും, ഇതൊക്കെ പറയും. പക്ഷേ ആ പാപത്തിൻ്റെ നാവിൻ്റെ കൃപ ചോർത്തിക്കളയുന്ന ഈ വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിൽ തുടരരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ വിഷയത്തിൽ ഒരു വിശുദ്ധീകരണം എടുക്കണം. കാരണം ഇത് കർത്താവ് വെറുക്കുന്ന പാപമാണ്, അത് വെറുക്കുന്ന വിഷയമാണ്. കർത്താവ് വെറുക്കുന്ന വിഷയത്തെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ലല്ലോ. കർത്താവ് വെറുക്കുന്ന വിഷയത്തെ നമ്മൾ അങ്ങനെ അതിനെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കർത്താവ് വെറുക്കുന്ന രണ്ടാമത്തെ വിഷയം പറയുകയാണ്, അത് വ്യാജം പറയുന്ന നാവ്. നാവിനെ സൂക്ഷിക്കണം. ഉറക്കെ പറഞ്ഞേ, നാവിനെ സൂക്ഷിക്കണം. തീയാണെന്നാണ് പറഞ്ഞത് അല്ലേ നാവ്. നിങ്ങൾക്ക് ഹോംവർക്ക് അറിയാണ്, ഇന്ന് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നാളെ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം മുഴുവനും വായിക്കണം. നാവിനെ കുറിച്ച്. നാവ് തീയാണെന്നാണ് പറയുന്നത്. ഇത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേ അല്ലേ? ശരിയല്ലേ? ആണോ അല്ലയോ? ചിലരുടെ സംസാരം കാരണം കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനം പോയില്ലേ? ചില കൂട്ടായ്മകളുടെ മുഴുവൻ സന്തോഷം പോയില്ലേ? എൻ്റെ അച്ഛാ, ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ചിട്ടില്ലാത്ത കാര്യം അച്ഛാ എന്നെക്കുറിച്ച് പറഞ്ഞു കിടക്കുന്നേ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കിടക്കുന്നേ. ഇത് മനസ്സിലെടുത്തെടുത്തെടുത്ത് ചിന്തിച്ച് ഉള്ള സ്വൈരവും സന്തോഷമൊക്കെ പോയി ചിലവരുടെ. ഉണ്ട് നമ്മുടെ നാവ് കർത്താവ് വെറുക്കുന്ന നാവായിട്ട് മാറരുത്. മൂന്നാമത്തത് അയച്ചേ, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ. നിഷ്കളങ്കൻ്റെ രക്തം ചൊരിയരുത്, അത് കർത്താവ് വെറുക്കുന്നതാണ്. അത് ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കായനോട് കർത്താവ് ചോദിക്കും, നിന്റെ സഹോദരൻ ആബേൽ എന്തേ? നിഷ്കളങ്കനായിരുന്നു, ദൈവത്തെ ഭയപ്പെട്ട് ദൈവസ്നേഹത്തിൽ ജീവിച്ചവനായിരുന്നു ആബേൽ. കൂടപ്പുറപ്പിനെതിരെ ഒരു തെറ്റും ചെയ്യാൻ പോയില്ല. അവൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് കായൻ ആബേനെ തല്ലിക്കൊന്നത്. അടിച്ചു കൊന്നപ്പോൾ അവൻ്റെ രക്തം ആ മണ്ണി വീണു. നിഷ്കളങ്കനായ ആബേലിൻ്റെ രക്തം ആ മണ്ണി വീണു. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ സഹോദരൻ ആബേൽ, സഹോദരൻ എവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അല്ല, എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് അല്ല, അങ്ങനെയുള്ള പറയുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് തന്നെ ഞാനിവൻ്റെ കാവൽക്കാരനാണോ? കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നിന്റെ സഹോദരൻ്റെ രക്തം വീണ മണ്ണ് എന്നെ നോക്കി നിലവിളിക്കുന്നു. അതാ നിഷ്കളങ്കൻ്റെ രക്തമാണ്. എത്ര കുടുംബങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറയുക? ഈ നിഷ്കളങ്കമായ രക്തം നമ്മുടെ കുടുംബത്തിൽ വീണിട്ടുള്ളത് കൊണ്ടാണ്. എത്രയോ പേര് അതിൻ്റെ ഭാരത്തിലും കുറ്റബോധത്തിലും വേദനയിലൊക്കെ കഴിയുന്നുണ്ടെന്നറിയാമോ? ഇന്നലെ തന്നെ ഞാൻ കൊല്ലത്തൊരു കൺവെൻഷന് പോയപ്പോൾ, കൺവെൻഷൻ കഴിഞ്ഞ് കുറേ പേരെ കണ്ടു. സമയക്കുറവായിരുന്നു, എന്നാലും ഇങ്ങനെ ഒത്തിരി പേരുള്ളതുകൊണ്ട് ചിലവരെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ഇന്നും മാറാതെ കിടക്കുന്ന ചില കുറ്റബോധങ്ങളെല്ലാം ഒന്നാണ്. അവർക്ക് കർത്താവ് നൽകിയ, ഇപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ, 3 മക്കളെ കർത്താവ് നൽകിയത്, അതിൻ്റെ 2 അവർ അബോർട്ട് ചെയ്തു. അന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് 1-2 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. കുഞ്ഞിന് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞ് പ്രതികരിക്കുകയല്ലേ? തിരിച്ചു തല്ലാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവന് അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചു തല്ലും അല്ലേ? വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും സ്വന്തമായിട്ട് തോക്ക് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ നമുക്ക് ലൈസൻസ് വേണം അല്ലേ? പുറം രാജ്യങ്ങളൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് തോക്കൊക്കെ ഉപയോഗിക്കാം. ഇതിനാ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട്. അതായത് എൻ്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് അവനെ കൊല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അതിനെ കൊന്നുകളഞ്ഞേ. പ്രതികരിക്കാൻ പറ്റുമെന്ന് ചിലപ്പോൾ അല്ലേ, നമ്മുടെ പിള്ളേരെയൊക്കെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥപ്പെടുത്തിയാൽ നമുക്ക് അടിയിട്ടും. നിഷ്കളങ്കൻ്റെ രക്തം ചൊരിയരുത്, അത് കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ നിഷ്കളങ്കൻ്റെ രക്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പച്ചയായ രക്തത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ഒരു നിഷ്കളങ്ക ജീവിതം നയിക്കുന്നവൻ്റെ ജീവിതത്തെ ഒരു വിധത്തിലും നമ്മൾ തകർക്കരുത്. ഇല്ലാത്തത് പറഞ്ഞും ഉണ്ടാക്കി പറഞ്ഞും അവനെ നാശം ആഗ്രഹിച്ചും അവരെ നശിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തും ഒരു നിഷ്കളങ്ക ജീവിതത്തിൻ്റെ രക്തം നമ്മൾ ചൊരിയരുത്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത് നമുക്ക് ഗുണപ്പെടില്ലെന്ന് മാത്രമല്ല, ആ കണ്ണുനീരും ആ രക്തവും വചനം പറയുന്നത് സ്വർഗത്തെ നോക്കി എന്നും നിലവിളിക്കുമെന്നാണ്. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങളെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പാപം ഇതാണ്, നിഷ്കളങ്കൻ്റെ രക്തം, ആബേലിൻ്റെ രക്തമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
ഉടപ്പറപ്പിനെ വെറുക്കുന്നവനും കൊലപാതകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ, മറ്റൊരു വാക്യം പറഞ്ഞാൽ, നിഷ്കളങ്കൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കർത്താവ് വെറുക്കുന്ന വിഷയമാണ്. കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ജീവിതത്തിൻ്റെ ചില അറിവില്ലായ്മ കൊണ്ട് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാലാമത്തത് വായിച്ചേ. ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. എപ്പോഴും ഉള്ളിൽ തിന്മ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ല പ്രവൃത്തി, ദുഷ്കൃത്യങ്ങൾ, നല്ല പ്രവൃത്തി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, തിന്മ ചെയ്യുന്ന കാര്യത്തിൽ, പാപം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അശുദ്ധി കാണുന്ന, ഇങ്ങനെ നിരന്തരമായിട്ട് മനസ്സിൽ പ്രതികാരം ചെയ്യുന്ന കാര്യത്തിൽ, വെറുക്കുന്ന കാര്യങ്ങൾ, ദൈവസ്നേഹത്തിന് ചേരാത്ത കാര്യങ്ങളാണ് എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ബാഹ്യമായി നമ്മൾ ചെയ്യുന്നതല്ല, ബാഹ്യമായി നമ്മൾ ചെയ്തു കൂട്ടുന്ന വിഷയങ്ങളല്ല കർത്താവിൻ്റെ പരിശോധനയുടെ ഭാഗം. മറിച്ച് ഹൃദയം എന്ന് പറഞ്ഞാൽ ഏത് മനോഭാവത്തോടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ പോലും നമ്മുടെയൊക്കെ പലരുടെയും മനോഭാവം എന്താണ്? കർത്താവ് തരുന്നത് സ്വന്തമാക്കണമെന്നുള്ള മനോഭാവമാണ്. കർത്താവിനെ സ്വന്തമാക്കണമെന്നുള്ള മനോഭാവമല്ല. നമ്മുടെ മനോഭാവം പോലും പലപ്പോഴും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോൾ, ഈശോയുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ പലരുടെയും മനോഭാവം എന്താ? നമ്മുടെ പലരുടെ ആഗ്രഹം എന്താ? കർത്താവ് തരുന്നത് സ്വന്തമാക്കണം, നേടിയെടുക്കണം. അല്ലാതെ കർത്താവിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമൊന്നും പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ട് മനോഭാവങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ. ഇവിടെ വചനം പറയാണ്, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. അവരനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചൊക്കെ എപ്പോഴും ദുഷ്കൃത്യങ്ങൾ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം, പാപത്തിലേക്ക് ചലിക്കുന്ന ഒരു ഹൃദയം, വെറുപ്പിലും വിദ്വേഷത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു ഹൃദയം, ഇതൊക്കെ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയമാണ്. ഇത് കർത്താവ് വെറുക്കുന്നു, ഇങ്ങനെയുള്ള ഹൃദയമുള്ളവരെ. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നീ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ പാപത്തിൻ്റെ സ്വാധീനമാണെങ്കിൽ, നിന്റെ ഹൃദയം നനയ്ക്കുന്നത് തിന്മയ്ക്കാണെങ്കിൽ കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത്. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത്, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഓട്ടം മുഴുവനും പാപം ചെയ്യാനാണ്, തിന്മയിലേക്കാണ്. തിന്മയിലേക്ക് പായുന്ന പാദങ്ങളാണുള്ളത്. നമ്മൾ നമ്മുടെ വഴികൾ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ യാത്രകൾ, നമ്മുടെ വഴികൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വകാര്യതകൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്ന ഓരോ കാൽവയ്പ്പുകളും ശ്രദ്ധിക്കണം. ഇത് വചനം പറയുന്നത് പോലെ തിന്മയിലേക്കാണോ നമ്മുടെ പാദങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ജീവിതത്തിനായിട്ടാണോ നമ്മുടെ പാദങ്ങൾ ചലിപ്പിക്കുന്നത്? അതോ അശുദ്ധിക്ക് വേണ്ടിയിട്ടാണോ? ദൈവസ്നേഹത്തിന് വേണ്ടിയാണോ നമ്മുടെ പാദങ്ങൾ ചലിക്കുന്നത്? നമ്മുടെ പാദങ്ങൾ എങ്ങോട്ടാണ് നമ്മൾ ഓരോ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആശ്ചര്യപ്പെടാറുണ്ട്. നമ്മുടെ നിത്യാരാധന ചാപ്പലിൽ ചിലരൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ, ഈ അയലക്കത്തുള്ള ചിലരൊക്കെ ഒരു ഇച്ചിരി സമയം ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓടി ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് ഇരിക്കും. അവിടെ പാദങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിലേക്കാണ്. പല രാത്രിയുടെ യാമങ്ങളിലും ഒരു സഹോദരി വന്ന് രാത്രികാലം മുഴുവൻ ഇരുന്ന് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ കുഞ്ഞുമായിട്ട് വരും. ഇപ്പോൾ രാത്രി ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞേക്കുന്നതാണ്, വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, 2 സൈഡും ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടേക്കാൻ പറയും. രാത്രികാലം മുഴുവനും ഈ സഹോദരി ഈ കുഞ്ഞുമായിട്ട് വരും. കുഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടന്നുറങ്ങും. ഈ സഹോദരി രാത്രികാലം മുഴുവനും ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥനയിലേക്കും ദൈവസ്നേഹത്തിലേക്കും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ കാൽപാദങ്ങളുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ചില പാദങ്ങളുണ്ട്. വചനം പറയുന്നതിനാ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാണ്. എന്തുകൊണ്ടാണ്? അത് ദൈവസ്നേഹത്തിലേക്കാണ് ആ പാദങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ യാത്രകൾ, നമ്മുടെ ഓട്ടങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ്.
അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ് തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. മറ്റൊരു വാക്യം പറഞ്ഞാൽ പാപത്തിനായി ചലിക്കുന്ന ജീവിതം. ദൈവത്തിന് വേണ്ടിയിട്ടല്ല, അതിന് നേരെ വിപരീതമായ ഇഫക്റ്റ്. തിന്മ, പൈശാചിക കാര്യങ്ങൾ, കർത്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, കർത്താവ് തുടരുതെന്ന് പറഞ്ഞത്, എടുക്കരുതെന്ന് പറഞ്ഞ വിഷയങ്ങൾ, കർത്താവ് കാണരുത്, നോക്കരുത്, ഇതിലേക്കൊക്കെയാണ് ചില പാദങ്ങൾ നിരന്തരമായിട്ട് അത് രാവും പകലും ഇത് തന്നെയാണ്, ഈ വിഷയത്തിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ ഉറക്കത്തിൽ പോലും പാപത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുക, പാപത്തിലേക്കാണ് അവരുടെ സഞ്ചാരങ്ങളൊക്കെ ഉണ്ട്. അത് കർത്താവ് വെറുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഇനി ആറാമത്തല്ലേ? എന്നാണ്? അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. ചിലരങ്ങനെയാണ്, സത്യം ഇട്ടൊക്കെ പച്ച നുണ പറയും. വേണമെങ്കിൽ സത്യം ചെയ്യാം, തലയെ തൊട്ട് സത്യം ചെയ്യാം, പെടലിക്ക് പിടിച്ച് സത്യം ചെയ്യാം, അമ്മയാണേ സത്യം, അപ്പനാണേ സത്യം, പച്ചക്കള്ളമായിരിക്കും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതി മുറികളിലൊക്കെ ചിലപ്പോൾ അല്ലേ, നമുക്കറിയാം, ഇങ്ങനെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ബൈബിളും അതാത് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇവരെ കയറ്റി നിർത്തുന്നത്. എന്നിട്ടോ അതായത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന അവസ്ഥ. അതാണ് മറ്റൊരു വാക്യം പറഞ്ഞാൽ കർത്താവ് വെറുക്കുന്ന കാപട്യം. നാം നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, സ്വയം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ? നമ്മൾ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ സത്യം എന്താണെന്ന് അറിയാം, എന്നിട്ടും നമ്മൾ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധമായത് എന്താണെന്നറിയാം, നന്മയായിട്ടുള്ളത് എന്താണെന്നറിയാം, ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞ ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഇതറിയാമായിരുന്നിട്ടും നമ്മൾ നേരെ വിപരീതമായ ജീവിതത്തിൻ്റെ, അസത്യത്തിൻ്റെ, നുണയുടെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന അവസ്ഥ കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെ കാപട്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കാപട്യത്തെ വെറുക്കുന്നു. അപ്പോൾ കർത്താവ് വെറുക്കുന്ന ഒരു വിഷയമാണ് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന ഒരവസ്ഥ. അതിന് മറ്റൊരു വാക്കാണ് അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി. അത് ഇവനറിയാം, സത്യം എന്താണെന്ന് അറിയാം, അതുകൊണ്ടാണല്ലോ അവൻ കള്ളം പറയുന്നത്. സത്യം അറിയാൻ പാടില്ല എന്നിട്ടല്ല, ഇവന് ശരിക്കും സത്യം എന്താണെന്ന് അറിയാം, ഇവൻ പറയുന്നൊക്കെ കള്ളസാക്ഷിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാതലായ സന്ദേശം എന്താണെന്നറിയാമോ? സത്യമെന്താണെന്നും നന്മയെന്താണെന്നും അറിയാം, പക്ഷേ അറിയാവുന്ന നന്മ ചെയ്യാതിരിക്കുക. ഹല്ലേലൂയ. വിശുദ്ധിക്ക് പ്രതിഫലം ഉണ്ടെന്ന് അറിയാം, എന്നാലും പാപം ചെയ്തുകൊണ്ടിരിക്കും. സ്നേഹം മാത്രമേ അവസാനം വരെ നിലനിൽക്കുള്ളൂ എന്നറിയാം, എന്നാലും ഹൃദയത്തെ വെറുപ്പിലും വിദ്വേഷത്തിലും സൂക്ഷിക്കും. ബാക്കിയെല്ലാം തീരോഭവിക്കും, അവസാനം വരെ നിലനിൽക്കുന്നത് സ്നേഹം മാത്രം. ഇതറിയാം, എന്നാലും ആ സ്നേഹത്തിന് വിപരീതമായ ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളിലായിരിക്കും ഒരു ദൈവ പൈതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനറിയാതെ അവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഇത് കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ദാമ്പത്യ അവിശ്വസ്തയിലായിരിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അവനെ മാത്രമേ, അവൻ്റെ കൂടെയുള്ളവരെയും വഞ്ചിക്കുക. അപ്പോൾ സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമ്മൾ വഞ്ചിക്കാതിരിക്കണമെന്ന് വചനം പറയുന്നത് പോലെ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി അവനെ തന്നെ വഞ്ചിക്കുകയാണ്. കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. കർത്താവ് മ്ലേച്ഛമായിട്ട് കരുതുന്നത്, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. മറ്റൊരു വാക്യം പറഞ്ഞ നല്ല സമാധാനത്തിൽ സന്തോഷത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. നമ്മൾ ഈ പാഷാണത്തിൽ കൃമിയോ അങ്ങനെ ഏതാണ്ടൊക്കെ വാക്കുകളൊക്കെ ചിലവരൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. ചിലവർക്കൊരു പ്രത്യേക അഭിഷേകമാണ് അതിനകത്ത്. അഭിഷേകം എന്നല്ല ഇതിന് പറയാം, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഡോക്ടറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേക ഡോക്ടറേറ്റ് ഉണ്ട്. സ്നേഹത്തിലും സമാധാനത്തിൽ ഐക്യത്തിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നവരെ നിസ്സാര സമയം കൊണ്ട്, നിസ്സാര ദിവസം കൊണ്ട് അടിച്ച് നശിപ്പിച്ച് കളയും, ഭിന്നിപ്പിച്ച് കളയും. ഈ കാലഘട്ടത്തിൽ പിശാച് ഉപയോഗിക്കുന്ന അവൻ്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ്
ഭിന്നത, ഡിവിഷൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഭിന്നത. വിവാഹമോചനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരായിരുന്നവരെ ദൈവം ഒന്നാക്കി അത് വീണ്ടും വിഭജിക്കപ്പെടുന്ന അവസ്ഥയാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. അപ്പം അത് കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് കാരണക്കാരനാകുന്നവരെ, അതാണ് വചനം പറയുന്നത്, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, വചനം പറയുന്നത് അതിനെ മ്ലേച്ഛമായിട്ട് കർത്താവ് കരുതുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, ആലോചനാപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സംസാരം കൊണ്ട് എങ്ങും ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ചില കൂട്ടായ്മകളൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അവരെ പേഴ്സണലായിട്ട് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ സ്പിരിറ്റ്, ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്ന ചിലരൊക്കെ ഈ കൂട്ടായ്മയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റും. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ ദുരാത്മാവുണ്ടല്ലോ, നല്ല 100% ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അടിയായിരിക്കും, ഭയങ്കര തല്ലായിരിക്കും. ചില കരിസ്മാറ്റിക് കൂട്ടായ്മകളിൽ നമ്മൾ ഈ തല്ല് കാണുന്നുണ്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ. ഞങ്ങൾ 25 വർഷം മുമ്പുണ്ടായിരുന്ന കരിസ്മാറ്റിക് കൂട്ടായ്മയാണ് ഇത്, ഈയിടയ്ക്ക് വന്ന കരിസ്മാറ്റിക് കൂട്ടായ്മയാണ് ഇത്, പെട്ടെന്ന് രൂപപ്പെട്ട രൂപതയുടെ എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി തമ്മിൽ അടിയാണ്. നമ്മൾ ചില ശുശ്രൂഷകൾക്ക് ചെന്ന് ദൈവമേ നമ്മൾ പെട്ടുപോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു നമുക്ക് ചില സമയത്ത് തോന്നും. ഗ്രൂപ്പ് തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഏതാണെന്നറിയാമോ? ആത്മീയ കൂട്ടായ്മകളാണ്. അടിക്കുന്നത് കർത്താവിൻ്റെ പേരിൽ. കൊള്ളാലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പ്രവർത്തിക്കുന്നത് ദൈവരാജ്യം വളരാൻ വേണ്ടിയിട്ട്. അതാണ് അതിനേക്കാളും വലിയ തമാശ. നമ്മളെല്ലാവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണല്ലോ. ഏത് ആത്മീയ ശുശ്രൂഷകളുടെയും ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണല്ലോ. ഭിന്നിച്ചും കലഹിച്ചും നിന്നുകൊണ്ട് എവിടെയാണ് ദൈവരാജ്യം വളരുന്നത്? അന്തഃഛിദ്രമുള്ള ഭവനവും അന്തഃഛിദ്രമുള്ള ദേശവും അന്തഃഛിദ്രമുള്ള കുടുംബവും അന്തഃഛിദ്രമുള്ള കൂട്ടായ്മയും വചനം പറയുന്നു നശിച്ചു പോകും. ഒരു സംശയമില്ല. ഹല്ലേലൂയ. സർവ്വത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു വഞ്ചനയാണ്, കെണിയാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മൂലം ഒരിക്കലാകരുതെന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മൂലമാകരുത് ആ കുടുംബത്തിൽ ആ ഭിന്നത ഉണ്ടായത്, ആ കൂട്ടായ്മയിൽ ആ ഭിന്നത ഉണ്ടായത്, ആ സമൂഹത്തിൽ ആ അസ്വസ്ഥത രൂപപ്പെട്ടത് നമ്മുടെ സംസാരം കൊണ്ടായത് ആകരുത് എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് മ്ലേച്ഛമായി കരുതുന്നു എന്നാണ് പറയുന്നത് ഈ വിഷയത്തെ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളും തമ്മിലൊക്കെ ഈ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കർത്താവ് ആ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മ്ലേച്ഛമായിട്ടാണ് കരുതുന്നത്. മ്ലേച്ഛമായിട്ട്. കുടുംബത്തിൽ സ്നേഹവും സമാധാനവും കർത്താവിലുള്ള ഐക്യമൊക്കെ നിലനിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്തൊരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ മനോഹരമായിട്ട് ചില കാര്യങ്ങൾ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷാ മേഖലയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് കൂട്ടായ്മയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണം. എന്നിട്ട് പറയാണ്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും
താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവ്. എവിടെയൊക്കെ ഭിന്നതയുണ്ടോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഐക്യം ഉണ്ടാവും. ദാമ്പത്യത്തിൽ ഭിന്നതയുണ്ടോ അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ അവിടെ ഐക്യം രൂപപ്പെടും. കുടുംബത്തിൽ ഭിന്നതയുണ്ടോ, കുടുംബാംഗങ്ങൾ തമ്മിൽ, അവിടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഐക്യം ഉണ്ടാകും. കാരണം എന്താ? ആത്മാവിൻ്റെ പ്രവർത്തനം അത് ഐക്യത്തിലേക്ക് നമ്മളെ നയിക്കും. ഹല്ലേലൂയ. എന്തെല്ലാം വിഭിന്നമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടോ, എന്തെല്ലാം വിഭജിക്കപ്പെടാനുള്ള, ഭിന്നിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഐക്യമുണ്ടാകും. അതുകൊണ്ട് ഐക്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകും. അതല്ല വിപരീതമായ സാഹചര്യമാണ് നമ്മളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലെങ്കിൽ വചനം പറയുന്നു കർത്താവ് അതിനെ മ്ലേച്ഛമായിട്ട് കരുതുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, ഗർവ് കലർന്ന കണ്ണ്. 2, നുണ പറയുന്ന നാവ്. 3, നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ. 4, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. 5, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. 6, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി. 7, അല്ലെങ്കിൽ കർത്താവ് മ്ലേച്ഛമായി കരുതുന്നതാണ് എന്ത്? ഭിന്നത വിതയ്ക്കുന്നവനെ കർത്താവ് മ്ലേച്ഛമായിട്ട് കരുതുന്നു. ഹല്ലേലൂയ.